ഇതിൻ്റെ സർവീസ് കോസ്റ്റ് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഹോണ്ട ഹൈനസിൻ്റെ സർവീസ് കോസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോസ് എല്ലാം ഹൈനസ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹോണ്ടയുടെ സർവീസ് വരുന്നത് 6 മാസത്തിലൊരിക്കലാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം 3300 രൂപയോളം വരും. നമ്മൾ ചെയിൻ ലൂബൊക്കെ അവോയ്ഡ് ചെയ്താൽ കുറച്ച് 250 രൂപയൊക്കെ നമുക്ക് കുറച്ച് കിട്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരു വർഷം ഏകദേശം നമുക്ക് പാർട്സ് ഒന്നും ചേഞ്ച് ചെയ്യാതെ നോർമൽ സർവീസിന് 6500 രൂപയോളമാണ് ചിലവാകുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ കഴിഞ്ഞ ഡിസംബറിൽ ഓയിലിൻ്റെ വില 650 രൂപയാണ്. ഇപ്പോൾ അത് 700 രൂപ ആയിട്ടുണ്ട്. 2 ലിറ്റർ ഓയിലാണ് നമ്മളെ ബൈക്കിന് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ എമൗണ്ട് ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കൂടുതലാണ്. അതിന് ഉദാഹരണമായിട്ട് ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇതെൻ്റെ 21 വർഷം പഴക്കമുള്ള വാഹനമാണ്. അതിൽ 5 ലിറ്റർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ലോക്കൽ വർക്ക്ഷോപ്പിൽ 6 മാസം ഒരു സർവീസിന് കൊടുക്കുമ്പോൾ എനിക്ക് വരുന്ന കോസ്റ്റ് ഏകദേശം 3500 രൂപയാണ്. അപ്പോൾ അതും ഇതും തമ്മിൽ വലിയ സർവീസ് കോസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും സർവീസ് കോസ്റ്റ് കൂടുതൽ തന്നെയാണ്. ഒരു വർഷം നമ്മൾ ഏകദേശം 6500 രൂപയോളം മാറ്റി വയ്ക്കേണ്ടി വരുന്നുണ്ട്, പാർട്സ് മാറാതെ. പിന്നെ അതിൻ്റെ പാർട്സിൻ്റെ വില പറയുകയാണെങ്കിൽ ബ്രേക്ക് പാഡ്സിന് 1200 രൂപ വെച്ചാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോർമൽ സർവീസിനാണ് ബ്രേക്ക് പാഡൊക്കെ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സർവീസ് പാക്കേജ് എടുത്ത് തന്നെ ചേഞ്ച് ചെയ്യുക. കുറച്ച് എമൗണ്ട്, ഒരു 600 രൂപയോളമൊക്കെ ഡിസ്കൗണ്ട് വരും നിങ്ങൾക്ക്. നല്ലത് തന്നെയാണ്. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. അതുമാത്രമല്ല, എനിക്ക് ചെയിൻ മാറാറായി. ചെയിനിൻ്റെ കമ്പനി വില വരുന്നത് 1500 രൂപ അടുപ്പിച്ചാണ്. ലേബർ എല്ലാം കൂടി AMC എടുത്ത്, അതായത് സർവീസ് പാക്കേജ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ 2200 രൂപ അതിൽ തീരും. പക്ഷേ ഞാൻ ബ്രാസ് ചെയിൻ വാങ്ങാനാണ് ആഗ്രഹിക്കുന്നത്, റോൾ ഓണിൻ്റെ. അതിൻ്റെ വില ഇറക്കിയപ്പോൾ ബ്രാസ് ചെയിന് 2200 രൂപയാണ് വരുന്നത്. അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനാണ് നിൽക്കുന്നത്. കാര്യം ചെയിൻ ഇത്ര ലൂബ് കിട്ടും 20,000 കിലോമീറ്ററിലൊക്കെ മാറേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 18,000 കിലോമീറ്റർ ആയി. പിന്നെ എൻജിൻ വൈസ് ആൻഡ് കംഫർട്ട് വൈസ് ബൈക്ക് സൂപ്പറാണ്. നമ്മളെ വഴി കിടത്തത്തില്ല. ഹോണ്ടയെ ട്രസ്റ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയത് ഇതിൻ്റെ റസ്റ്റിംഗ് ഇഷ്യൂ മാത്രമാണ്. സൈലൻസറിലും ഷോക്ക് അബ്സോർബറിലൊക്കെ റസ്റ്റിംഗ് ഇഷ്യൂ ഉണ്ട്. സൈലൻസർ വാറണ്ടി റീപ്ലേസ് ചെയ്യുകയാണ്. നമുക്ക് കമ്പനി സർവീസ് ആണെങ്കിൽ വാറണ്ടി ഉണ്ട്. സ്പീഡോമീറ്ററിനും ഈ എൻജിൻ സൈഡൊക്കെ വാറണ്ടി ഇപ്പോഴും അവൈലബിൾ ആണ് വണ്ടിക്ക്, കമ്പനി സർവീസ് ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഹോണ്ട ഹൈനസ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കോസ്റ്റൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാൻ. എനിക്ക് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്ക് ഏകദേശം 9000 രൂപ ചിലവായിട്ടുണ്ട് മൊത്തം കോസ്റ്റ്. ഒരുപാട് സാധനങ്ങൾ മാറിയിട്ടുണ്ട്. ബ്രേക്ക് പാഡ് രണ്ടും മാറി. അതോടൊപ്പം തന്നെ സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽറ്ററൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് കാര്യം മാറിയാലും അത് എപ്പോൾ മാറിയെന്നുള്ളത് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. ബില്ല് കിട്ടും, ബില്ല് കീപ്പ് ചെയ്ത് വെക്കുക. കാര്യം എനിക്കൊരു പേഴ്സണൽ അനുഭവം ഉണ്ടായി, അതുകൊണ്ട് പറയുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു CB350 RS സെയിലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.